ഹായ് എവരിവൺ, PSC സ്ട്രൈക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/2/2024 നടന്ന മീറ്റ് ഫോറസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ഓപ്ഷൻ സി ആണ് ആൻസർ, നാദിയോ തോപ്പി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ഓപ്ഷൻ സി ആൻസർ, നാദിയോ തോപ്പി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമൻകാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആൻസർ, ആന്ധ്രാപ്രദേശ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? എ ആണ് ആൻസർ, ജനീവ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അത് ശരിയായ ക്രമത്തിൽ എഴുതുക എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം, പിന്നെ ഖേദ സത്യാഗ്രഹം, പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, ലാസ്റ്റ് വൺ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 2ഉം മാത്രം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, തിരമാലകൾ എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 3ഉം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ, ഒന്നാമത്താണ് തെറ്റ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. ഇതാണ് തെറ്റ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1ഉം 2ഉം 4ഉം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് ഡാഷ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 2ഉം. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? ഓപ്ഷൻ സി ആണ് ആൻസർ, മിഷോങ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണത്തിന് പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, പുറം പണിക്കരാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, GST നിലവിൽ വന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ജൂലൈ 2017. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഡി ആണ് ആൻസർ, ഇവയൊന്നുമല്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? സി ആണ് ആൻസർ, ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇവയെല്ലാം. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ജൻ ധൻ യോജന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 28 ഓഗസ്റ്റ് 2014. 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 2ഉം. 20ാമത്തെ ക്വസ്റ്റ്യൻ, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റ് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, അനുച്ഛേദം 248. 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക.
ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം ശരി. 22 ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കൺകറന്റ് ലിസ്റ്റ്. 23 ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 3ഉം 4ഉം ശരി. 24 ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. എയും ബിയും ശരി. 25 ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 3ഉം. 26 ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആർട്ടിക്കിൾ 358. 27 ക്വസ്റ്റ്യൻ. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. മനോജ് സോണി. 28 ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. 29 ക്വസ്റ്റ്യൻ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫെബ്രുവരി 19. 30 ക്വസ്റ്റ്യൻ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 2008 28 നമ്പർ ആക്ട്. 31 ക്വസ്റ്റ്യൻ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹൈക്കോടതി. 32 ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഡോപ്പമിൻ. 33 ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ. സിറോഫ്താൽമിയ. 34 ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ഉം 4ഉം. 35 ക്വസ്റ്റ്യൻ. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. തൈമിൻ. 36 ക്വസ്റ്റ്യൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹാർദ്ദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ഓപ്ഷൻ എ ആണ് ആൻസർ. ചെറുതന, ആലപ്പുഴ. 37 ക്വസ്റ്റ്യൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡ്രൂ വെയ്സ്മാൻ. 38 ക്വസ്റ്റ്യൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. റേഡിയോ തരംഗം. 39 ക്വസ്റ്റ്യൻ. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക? ഓപ്ഷൻ ബി ആണ് ആൻസർ. 40 ക്വസ്റ്റ്യൻ. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ. 11.2 km/s. 41 ക്വസ്റ്റ്യൻ. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ആൻസർ. ഓപ്ഷൻ ബി ആണ് 2 atm. 42 ക്വസ്റ്റ്യൻ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 7.4. 43 ക്വസ്റ്റ്യൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം?
ഓപ്ഷൻ എ ആണ് ആൻസർ, നിക്കൽ. 44ാമത്തെ ക്വസ്റ്റ്യൻ, വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ബോയിൽ നിയമം. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നതിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹീലിയം. 46ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൂടിയാട്ടം. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫുട്ബോൾ. 48ാമത്തെ ക്വസ്റ്റ്യൻ, ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കുമാരനാശാൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മതൻ ഭാഷ തൻ. ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ ആണ് ആൻസർ, വള്ളത്തോൾ. 50ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ഓപ്ഷൻ ബി ആണ് ആൻസർ, H9N2. 51ാമത്തെ ക്വസ്റ്റ്യൻ, 2 1/2 plus 3 1/3 plus 4 1/4 is equal to? ഓപ്ഷൻ ബി ആണ് ആൻസർ, 10 1/12. 53, ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35ഉം 35ാം പദം 15ഉം ആയാൽ പൊതുവ്യത്യാസം എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ, -1. 54ാമത്തെ ക്വസ്റ്റ്യൻ, എയുടെ 30% ബിയുടെ 20% ആയാൽ a + b = b - a എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 5:1. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ ബോംബെ 52 ആയാൽ ഡൽഹി എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ, 33. 56ാമത്തെ ക്വസ്റ്റ്യൻ, 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? ഓപ്ഷൻ ബി ആണ് ആൻസർ, 300 രൂപ. 57ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ, 391. 58ാമത്തെ ക്വസ്റ്റ്യൻ, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 240 ഡിഗ്രി. 59ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്, എന്നാൽ സംഖ്യ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 4. 60ാമത്തെ ക്വസ്റ്റ്യൻ, 6:15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ, 6. 61ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ. 62ാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ്ഡ് ടു ഗെറ്റ് ഡാഷ് റൂം അക്രോസ് ഡാഷ് ഹാൾ ഫ്രം ഇറ്റ്. ബി ആണ് ആൻസർ, എ ദ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് സൂൺ ആസ് ഹി കെയിം he made sure that everything was all right. Change into negative sentence without changing its meaning. Option A ആണ് ആൻസർ, no sooner did he come than he made sure that everything was all right. 64ാമത്തെ ക്വസ്റ്റ്യൻ, if James dash enough money he dash buy a new car next year. ആൻസർ എ ആണ്, had would. 65ാമത്തെ ക്വസ്റ്റ്യൻ,
He was absent dash he was sick. ഓപ്ഷൻ എ ആണ് because he was sick. 66ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് phrases. ഓപ്ഷൻ സി ആണ് ആൻസർ എ ലവ് അഫെയർ. 67ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ ഡിസ്ക്രിപ്പൻസി. 68ാമത്തെ ക്വസ്റ്റ്യൻ ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ wind out of my sails. ഓപ്ഷൻ സി ആണ് ആൻസർ മേഡ് മൈ വേർഡ്സ് ഓർ റിയാക്ഷൻ ഇൻഎഫക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ 69ാമത്തെ ക്വസ്റ്റ്യൻ ദേ സേഡ് ലെറ്റ് us come in. ഓപ്ഷൻ ഡി ആണ് ആൻസർ ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് them come in. 70ാമത്തെ ക്വസ്റ്റ്യൻ എ സ്പീച്ച് മേഡ് ബൈ someone for the first time. ഓപ്ഷൻ എ ആണ് ആൻസർ മെയ്ഡൻ സ്പീച്ച്. 71ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ 1ഉം 3ഉം ശരിയാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. ഓപ്ഷൻ സി ആണ് ആൻസർ നേത്രി. 73ാമത്തെ ക്വസ്റ്റ്യൻ മിന്നാമിനുങ്ങ എന്ന പദത്തിന്റെ പര്യായ പദമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ 3ഉം 4ഉം ശരിയാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ ആണ് ആൻസർ 1 മാത്രം ശരിയാണ്. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചകൻ. 75ാമത്തെ ക്വസ്റ്റ്യൻ ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ 1ഉം 2ഉം ശരിയാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വാക്കുകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ 2ഉം 4ഉം ശരിയാണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ 1 മാത്രം ശരിയാണ്. അഴകിയ രാവണൻ. 78ാമത്തെ ക്വസ്റ്റ്യൻ കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ 2 മാത്രം ശരിയാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ പിൽക്കാലം കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ആണ് ആൻസർ 1ഉം 3ഉം ശരിയാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ അകത്തു കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ 4 മാത്രം ശരിയാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ ഉത്തർപ്രദേശ്. 82ാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ ബോർഡിലോൺ. 83ാമത്തെ ക്വസ്റ്റ്യൻ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 84ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആഞ്ഞിലി. 85ാമത്തെ ക്വസ്റ്റ്യൻ ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ WWF. 86ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ ഭോപ്പാൽ. 87ാമത്തെ ക്വസ്റ്റ്യൻ മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ തിമിംഗല സ്രാവ്. 88ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്?
ഓപ്ഷൻ ബി ആണ് ആൻസർ, വയനാട്. 89ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചെങ്കുറിഞ്ഞി. 90ാമത്തെ ക്വസ്റ്റ്യൻ, കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1986. 91ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ചൂലനൂർ. 92ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കാസർഗോഡ്. 93ാമത്തെ ക്വസ്റ്റ്യൻ, കിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ചെന്നൈ. 94ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. 95ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, മുഖ്യമന്ത്രി. 96ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കേരള ഫോറസ്റ്റ് ആക്ട് 1961. 97ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് NTFP? ഓപ്ഷൻ ബി ആണ് ആൻസർ, തടി ഇതര വനോൽപ്പന്നങ്ങൾ. 98ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1992. 99ാമത്തെ ക്വസ്റ്റ്യൻ, IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്ററികൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, സെക്ഷൻ 65. 100ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ഓപ്ഷൻ സി ആണ് സെക്ഷൻ 66. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് ഒന്ന് ഓടിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.